റോൺസിൻ്റെ ഒരു 18 ഇഞ്ച് സബ് വൂഫറാണിത്. LF18X451 എന്ന് പറഞ്ഞൊരു മോഡലാണ്. അപ്പോൾ ഇതൊന്ന് തുറന്ന് കാണിക്കാന്നുള്ള ഉദ്ദേശത്തോടെയാണ്. നമുക്ക് അങ്ങനെ പൊട്ടിച്ച് നോക്കാം ഏകദേശം. ഇത് പിന്നെ ഇതിലൊന്ന് സ്കാൻ ചെയ്യാൻ വേണ്ടിയതാണ്. പിന്നെ സിലിക്കാ ജെല്ല് നല്ല നല്ല രീതിയിലാണ് ഇത് പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ടെസ്റ്റ് പാസ് എന്നൊക്കെ പറഞ്ഞൊരു ഇതൊക്കെ ഉണ്ട്. നല്ല വെയിറ്റാണ്, അത്യാവശ്യം നല്ല വെയിറ്റ് ആട്ടോ. ഏകദേശം 16-16.5 കിലോ വെയിറ്റ് ഉണ്ട്. ഇതാണ് സബ് വൂഫർ. ഇതിൻ്റെ കോണ് പേപ്പർ ടൈപ്പാണ് ഇതിൻ്റെ കോണൊക്കെ. പിന്നെ ഇത് സാധാരണ PA വരുന്ന ക്ലോത്തിൻ്റെ ടൈപ്പ് സറൗണ്ടാണ്. നമ്മൾ റബ്ബർ പോലെ അല്ലെങ്കിൽ ഫോം പോലത്തെ അല്ല. ഇത് കൂടുതൽ പവർ കൈകാര്യം ചെയ്യുന്ന സബ് വൂഫറുകൾ അല്ലെങ്കിൽ സ്പീക്കറുകൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്. പ്രത്യേകിച്ച് PA സ്പീക്കറുകൾക്ക് ഉപയോഗിക്കുന്നതാണ് ഈ ട്രിപ്പിൾ റോള് സറൗണ്ട് എന്ന് പറഞ്ഞ ഈ ടൈപ്പ് സറൗണ്ട്. പിന്നെ ഇത് ഫ്രെയിമൊക്കെ ഉണ്ടില്ല, ഇത് അലുമിനിയം ആണ് തോന്നുന്നുണ്ട്. നല്ല വെയിറ്റാണ്. ഇതൊന്ന് ഇതിൻ്റെ മാഗ്നറ്റും കാര്യമൊക്കെ ഒന്ന് നോക്കാം. സറൗണ്ട് സ്പൈഡറാണ് ഈ കാണുന്നത്. ഇതിൻ്റെ മുകളിലൊരു സാധനം കാണുന്നുണ്ട്. ഇത് ചിലപ്പോൾ ഇത് സിലിക്കാ ജെല്ലാണ് തോന്നുന്നുണ്ട്. നമ്മൾ പാറ്റൻ്റൊക്കെ ഇത് ഒഴിവാകാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയില്ല എന്ന് തോന്നുന്നുണ്ട്. ഇതിന് മുകളിൽ തരി കാണുന്നുണ്ട്. ഇത് സാധാരണ സബ് വൂഫർ 18 ഇഞ്ച് സബ് വൂഫർ പോലെ തന്നെ. പിന്നെ ഇതിൻ്റെ ടോപ്പ് ലൈറ്റ് വരുന്നത് സ്റ്റീലാണ്, അതാണ് തിളക്കം. ഇതിൻ്റെ പവർ 1800 വാട്ട്സ് RMS ആണ്. 4.5 ഇഞ്ച് വോയിസ് കോയിൽ. പിന്നെ ഫ്രീക്വൻസി പറയുന്നത് 32 ഹെർട്സ് ടു 1000 ഹെർട്സ് വരെയാണ്. ഇത് 8 ohms ആണ്. പിന്നെ പറയാനുള്ളത് 98 dB SPL ഉണ്ട്. അത്യാവശ്യം നല്ല ലൗഡായി വർക്ക് ചെയ്യണതാണ്. അതാണ് മാഗ്നറ്റ് വരുന്നത്. ഇത് അത്യാവശ്യം നല്ല സൈസാട്ടോ. ഏകദേശം ഒരു 10 ഇഞ്ചോളം വരുന്നുണ്ട്. 10 ഇഞ്ച് മാഗ്നറ്റ് വരുന്നുണ്ട്. പിന്നെ 4.5 ഇഞ്ചാണ് കോയിൽ. ഈ കാണുന്ന ഇതിൻ്റെ അകത്തൂടെ ഈ കാണുന്ന കോയിലാണ്. ഏകദേശം 4.5 ഇഞ്ച് കോയിലും വരുന്നുണ്ട്. കോയില് 4.5. ഇത് കണക്ടറാണ്. ഇതിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള കണക്ടറാണ്. പിന്നെ മാഗ്നറ്റ് ഇതൊരു 1.25 ഇഞ്ചോളം തിക്നെസ്, ഇത്ര കനം വരുന്ന മാഗ്നറ്റാണ്. നമ്മൾ ഇപ്പോൾ സാധാരണ ഡബിൾ മാഗ്നറ്റ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിലൊന്നും കാര്യമില്ല. മാഗ്നറ്റിൻ്റെ പവറാണ്. നിയോഡിയം മാഗ്നറ്റ് ആണെങ്കിൽ വളരെ ചെറുതായിരിക്കും. 18 ഇഞ്ച് സബ് വൂഫറിന് തന്നെ വളരെ ചെറിയ മാഗ്നറ്റ് വരിക. എന്നാൽ മനസ്സിലാക്കേണ്ടത് അത് പവർ കൂടിയ മാഗ്നറ്റ് ആയതുകൊണ്ടാണ് ചെറിയ മാഗ്നറ്റ് 18 ഇഞ്ചിനൊക്കെ വരേണ്ടതെന്നുള്ളതാണ്. നമ്മൾ 2 എണ്ണോ അല്ലെങ്കിൽ അത്ര വലുത് ഉപയോഗിച്ചോ എന്നുള്ളതല്ല, മാഗ്നറ്റിൻ്റെ പവറാണ്. ഇതിൻ്റെ മോട്ടോർ ഫോഴ്സ് എന്ന് പറയുന്നത് ഏകദേശം 29 TM എന്തോ ആണ്. കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അത്രയും മോട്ടോർ ഫോഴ്സ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ മാഗ്നറ്റിൻ്റെ പവർ അത്രയും പവറുള്ള മാഗ്നറ്റാണ് അല്ലെങ്കിൽ വലിയ കോയിലാണ് എന്നൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഇതൊക്കെ കോയിലിൻ്റെതാണ്. ഇതിലൊക്കെ കോയിൽ കാണാം. കോയിൽ തണുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെ ഇതിൻ്റെ അകത്തൂടെ കോയിൽ കാണാം. പിന്നെ ഇതിന് ഉപയോഗിക്കേണ്ട ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഇപ്പോൾ ഇത് 1800 വാട്ട്സ് ആയതുകൊണ്ട് തന്നെ
ഇതിൻ്റെ 1.5 അല്ലെങ്കിൽ 2 മടങ്ങ് അധികം പവറുള്ള ആംപ്ലിഫയർ ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ ഹൈ ഡൈനാമിക് റേഞ്ചിലൊക്കെ വർക്ക് ചെയ്യാനും പിന്നെ ആംപ്ലിഫയർ ക്ലിപ്പ് ചെയ്യാതെ ക്ലിപ്പിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഇതിനേക്കാളും 1.5 മടങ്ങെങ്കിലും അധികം പവറുള്ള ആംപ്ലിഫയർ ഉപയോഗിക്കുക എന്നുള്ളതാണ്. എന്നാലേ ആ ഒരു കറക്റ്റ് വർക്കിംഗ് ഉണ്ടാവുള്ളൂ. ഈ ഡിസ്റ്റോർഷനോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുള്ളൂ.